ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കൂട് വെക്കാൻ പോവുക. ഇത് കണ്ടോ, മീൻ കൂട്. നമുക്ക് നമ്മുടെ പരല് തീർന്നിരിക്കുകയാണ്. നമുക്ക് പരല് കിട്ടുമോയെന്നറിയാൻ വേണ്ടി കൂട് വെക്കാൻ പോകും. പരലെന്നുള്ളതല്ല, ഏതെങ്കിലും മീൻ കിട്ടുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി കൂട് വെക്കാൻ പോവുക. ഇന്നൊരു മഴ പെയ്യുന്ന ഒരു ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ, മഴ പെയ്താലും പെയ്തില്ലെങ്കിലും മീൻ കയറും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പോയി കൂട് വെക്കാം. നമ്മൾ കൂട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഈ സ്ഥലത്താണ് കൂട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പണ്ട് മട വീണ സ്ഥലമാണ്, കഴിഞ്ഞ കൊല്ലം മട വീണ സ്ഥലമാണ് ഇവിടെ. നമ്മളിത് അവിടെയാണ് കൂട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ വെള്ളത്തിലിറങ്ങിയ കൂട് വെക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ വെള്ളത്തിലോട്ട് ഇറങ്ങുക. വെള്ളം കണ്ടവനം കൂടുതലുണ്ട്, അതുകൊണ്ട് മൈക്ക് നനഞ്ഞു പോകും. ഞാൻ മൈക്ക് എടുത്ത് വള്ളത്തെ വെക്കുക. ഇതൊരു തിട്ട കിട്ടാതെ നമുക്ക് ഇറങ്ങാൻ ഒക്കുകയില്ല. വെള്ളം കൂടുതലാണ്, അതുകൊണ്ട് മൈക്കെടുത്ത് ഞാൻ ഇവിടെ വെക്കുക. ഇവിടുത്തെ കൂട് ഇവിടെ തന്നെ വെക്കാം. ആദ്യത്തെ കൂട് നമ്മളിത് ഇവിടോട്ട് വെച്ചു. ഈ കൂട് വെക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അള്ള തീർത്ത് കൂട് വെക്കണം. അള്ള തീർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ സൈഡിലത്തെ അള്ള തീർത്ത് വെക്കണം. കാര്യം മീൻ എപ്പോഴും ഇറമ്പിക്കൂടാണ് വരുന്നത്. വെള്ളം ഇത്രയും ഉണ്ട്. രണ്ടാമത്തെ കൂടാണ് നമ്മളിവിടെ വെക്കാൻ പോകുന്നത്. രണ്ട് കൂട് നമ്മൾ വെച്ച് കഴിഞ്ഞു. അടുത്ത കൂട് വെക്കാൻ പോവുക. നമ്മൾ കൂടെല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുക. ഇനി നാളെ രാവിലെ ഈ കൂട് പൊക്കത്തുള്ളൂ. അപ്പം കാണാം നമുക്ക്. ഓക്കെ, നമ്മൾ ഇന്നലെ വെച്ച കൂട് നമുക്ക് പൊക്കാൻ പോവാം. അങ്ങോട്ട് പോവാം. പരല് കിട്ടുമെന്നുള്ള പ്രതീക്ഷ, പരലെടുക്കാനുള്ള പാത്രമൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മഴയും പെയ്ത്. പരല് കാണുമെന്നുള്ള പ്രതീക്ഷയാണ്. എന്നാലും പോവാം. നമ്മൾ കൂട് വെച്ച സ്ഥലത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാം. വെള്ളം നല്ല ഏറ്റവും ഇറക്കം തുടങ്ങിയതേ ഉള്ളൂ. വെള്ളം നല്ല കൂടുതലായിരിക്കും. ആദ്യം ഇവിടെ ഒരു കൂടല്ലേ വെച്ച്. അയ്യോ, മൈക്കിൻ്റെ കാര്യം മറന്നുപോയി. മൈക്ക് വരെ നമ്മൾ നേരെ വഴിയെ വെക്കുക. നമുക്ക് ഇവിടുത്തെ കൂടൊന്ന് എടുക്കാം. നമ്മൾ നേരത്തെ ഇറങ്ങുമ്പോൾ മീനൊക്കെ എൻ്റെ കാലയിലൊക്കെ വന്ന് മുട്ടുന്നു. ഇന്നൊരു മീനും മുട്ടുന്നില്ല. ഞാൻ കൂടൊക്കെ അഴിച്ചിട്ടുണ്ട്. നോക്കാം. മൂന്നാലഞ്ച് പരലുണ്ട്. ഏതായാലും നമുക്ക് കളയണ്ട. എടുത്തിട്ടുണ്ടല്ലോ. പാത്രം എടുത്തിട്ടുണ്ട്, പാത്രത്തിലോട്ടിടാം. മുടക്കിലായിരുന്നു, അതാണ് നമ്മൾ താഴോട്ടിട്ടത്. അടുത്ത കൂട് വെക്കുന്നു.
ഇതിനകത്ത് പരല് കുറവാണ്. ഇവിടെ ഒരു തൂമ്പുണ്ട്. തൂമ്പിനകത്തൂടെ ഈ പരല് കണ്ടത്തിലോട്ട് ഇറങ്ങി പോവുക. അതാണ് നമ്മുടെ ഓടിനകത്ത് പരല് കയറാൻ. ഏതായാലും ഈ പരല് നമുക്ക് എടുക്കട്ടെ. കുറച്ച് പരലുണ്ടല്ലോ. ഈ പരല് നമുക്ക് പരലിനെ മാത്രം, പരലല്ലാതെ വേറെ മുതുക്കിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പരലിനെ മാത്രം പാത്രത്തിലോട്ട് എടുക്കുക. ഇന്നലെ നമ്മൾ 4 കൂടാണ് ഇവിടെ വെച്ചിരുന്നത്. അത് 2 കൂട് വെച്ചിട്ടും നമുക്ക് പരല് തീരെ കുറവാണ് കിട്ടിയത്. പരല് തന്നെയല്ല, മീൻ തീരെ കുറവായിരുന്നു. അത് തന്നെയാണെന്ന് നമുക്കറിയാൻ മേല. പക്ഷേ ഇവിടെ ഈ തൂമ്പ് തുറന്ന് കിടക്കുന്നത് കൊണ്ട് അതിനകത്തൂടെ മീൻ ഇറങ്ങിപ്പോവുക. നമുക്ക് ഈ കൂടൊന്ന് പൊക്കി നോക്കാം. ഇതിനകത്ത് കുറച്ച് പരലുണ്ട്. ഇത് നമുക്ക് ആ പാത്രത്തിലില്ല. അടുത്ത കൂട് എടുത്തിട്ട് നമുക്ക് പിന്നെ കൂടെല്ലാം വെക്കാൻ തുടങ്ങാം. ഇതിനകത്ത് കുറച്ച് പരലുണ്ട്. തരക്കേടില്ലാത്ത പരലുണ്ട് ഇതിനകത്ത്. ഏതായാലും നമുക്ക് പ്രതീക്ഷിച്ചതുപോലെ പരല് കിട്ടിയില്ല. ഇതിനകത്തോട്ട് തന്നെ കുറഞ്ഞു. വള്ളത്തിൽ നിന്ന് എടുത്തിടുന്നത് വലിയ താമസം. ഇല്ല, അതൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇതിന് ശരിയാക്കാം. എടുത്ത കൂടെ നമുക്ക് ഓരോന്ന് വിധം വെക്കായി. നമ്മള് ഇവിടെ കൂട് പൊക്കാൻ ഇറങ്ങിയപ്പോൾ ഈ മൈക്ക് വള്ളത്തിൽ പടിയാ വെച്ചിരിക്കുകയായിരുന്നു. ചില ഭാഗങ്ങളൊന്നും നല്ലപോലെ കിട്ടിയിട്ടില്ല. ഏതായാലും നമ്മൾ കൂട് പൊക്കി കുറച്ച് പരലേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വന്നത്. കൂടുതൽ പരല് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷേ പരല് തീരെ കുറവായിരുന്നു. ഇനിയിപ്പം നമുക്ക് വീട്ടിൽ പോയിട്ട് വൈകിട്ട് വീണ്ടും ചുവനെ കൂട് വെക്കണം. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ കമൻറ്റ് ഇടുമെന്ന് പറയണം. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.